ആബാ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ അമൂല്യ രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആബാ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ അമൂല്യ രക്തത്താൽ എന്നെ ഒന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആബാ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ അമൂല്യ രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആബാ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ അമൂല്യ രക്തത്താൽ എൻ്റെ മാതാപിതാക്കളെ, മരിച്ചുപോയവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ അവരുടെ പൂർവ്വപിതാക്കന്മാരാകട്ടെ, കർത്താവ് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ആദ്യ മനുഷ്യൻ വരെയുള്ള തലമുറ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ എല്ലാവരെയും ശുദ്ധീകരണ സ്ഥലത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരെയും കർത്താവിൻ്റെ രക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങളിത് അപേക്ഷിക്കുന്നു. ആബാ പിതാവേ, ഞങ്ങളുടെ പ്രിയപുത്രനായ ഈശോയുടെ അമൂല്യ രക്തത്താൽ ഞങ്ങളുടെ മാതാപിതാക്കളെയും പൂർവ്വപിതാക്കന്മാരെയും കർത്താവിൻ്റെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ആബാ പിതാവേ, ഞങ്ങളുടെ പ്രിയപുത്രനായ ഈശോയുടെ അമൂല്യ രക്തത്താൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെയും ഞങ്ങളുടെ മാതാപിതാക്കളെ എല്ലാം കർത്താവിൻ്റെ രക്തത്താൽ ഒന്ന് കഴുകണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ആബാ പിതാവേ, പുത്രനായ ഈശോയുടെ അമൂല്യ രക്തത്താൽ ഞങ്ങളുടെ അഭിഷിക്തരെ, ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന അഭിഷിക്തരെ, ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തിട്ടുള്ളവരും സ്ഥലം മാറിപ്പോയിട്ടുള്ളവരുമായിട്ടുള്ളവരെ എല്ലാ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരടക്കമുള്ള എല്ലാ പുരോഹിത ഗണം മുഴുവനെയും പ്രവാചക ഗണം മുഴുവനെയും എല്ലാവരെയും കർത്താവിൻ്റെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവിനാൽ അവരെ എല്ലാം നിറയ്ക്കണമേ. ആബാ പിതാവേ, പുത്രനായ ഈശോയുടെ അമൂല്യ രക്തത്താൽ ഞങ്ങളുടെ അഭിഷിക്തരെ മുഴുവനായിട്ടും മേലധ്യക്ഷന്മാരെയും മാർപ്പാപ്പ അടക്കം എല്ലാ അഭിഷിക്തരെയും ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് കടന്നു വരുവാൻ വേണ്ടി, ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എല്ലാ അഭിഷിക്തരെയും കർത്താവിൻ്റെ രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവിനാൽ അവരെ എല്ലാം നിറയ്ക്കണമേ. ആബാ പിതാവേ, ഞങ്ങളുടെ പ്രിയപുത്രനായ ഈശോയുടെ അമൂല്യ രക്തത്താൽ ഞങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട ഗുരുക്കന്മാരെ, കർത്താവ് ഏക ഗുരു അങ്ങാണ്. അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ആരെങ്കിലും ഗുരുക്കന്മാരുടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കർത്താവിൻ്റെ രക്തത്താൽ കഴുകുകയും പരിശുദ്ധാത്മാവ് നിറയപ്പെടുകയും അങ്ങനെ ഗുരുവായ അങ്ങയുടെ സാന്നിധ്യം എല്ലാ ഗുരുക്കന്മാരിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആബാ പിതാവേ, പുത്രനായ ഈശോയുടെ അമൂല്യ രക്തത്താൽ ഗുരുത്വം എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി ഞങ്ങളെ പഠിപ്പിച്ച ഗുരുക്കന്മാർക്ക് വേണ്ടി ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു. ആബാ പിതാവേ, പുത്രനായ ഈശോയുടെ അമൂല്യ രക്തത്താൽ ഞങ്ങൾക്ക് ഇടപഴകേണ്ടി വരുന്ന എല്ലാവരെയും, ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലം, സാഹചര്യം എല്ലാം, ഇന്നുവരെ ഇടപെട്ടിട്ടുള്ളവ എല്ലാവരെയും, ഇടപഴകേണ്ടി വരുന്ന എല്ലാവരെയും കർത്താവിൻ്റെ രക്തത്താൽ ഒന്ന് കഴുകണമേ. പരിശുദ്ധാത്മാവ് നിറക്കണമേ. ഈ ഭവനത്തിൻ്റെ ഉടമയെയും ഈ ഭവനം ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നവരെയും ഈ ഭവനത്തിൽ ഇതിനോടകം ശുശ്രൂഷ ചെയ്തിരുന്നവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും എല്ലാ പ്രേക്ഷിത ഗണം മുഴുവനും, ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന കുടുംബാംഗങ്ങളടക്കം ഈ ഭവനവുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം ഈ ഭവനത്തിൽ വരുന്നവര്, വന്നു പോയവര്, വരുവാനിരിക്കുന്നവര്, വരേണ്ടവര്, ഈ ഭവനത്തിന്റെ ഉടമയടക്കം ഇവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങളടക്കം സകലതും കർത്താവിന്റെ തിരുരക്തത്താൽ കഴുകപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്നതാ. ഓപ്പറേഷൻ തിയേറ്റർ, ഓപ്പറേഷന് മുമ്പ് അതെല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ, വേണ്ട വിധത്തിൽ ക്രമീകരിക്കപ്പെടുന്നത് പോലെ ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ കൃപ ഈ ഭവനത്തിൽ വന്നിരിക്കുന്നവര് സൗഖ്യം പ്രാപിക്കേണ്ടവർക്ക് സൗഖ്യം പ്രാപിക്കുന്നതിന് സഹായമാകുവാൻ വേണ്ടി, മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കൾ ജനിക്കുന്നതിനുള്ളതായ ഒരു അഭിഷേക ആശീർവാദം ഇവിടെ നൽകപ്പെടുമ്പോൾ അതവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി, വിവാഹ തടസ്സമുള്ളവരുടെ വിവാഹ തടസ്സങ്ങൾ മാറുവാൻ വേണ്ടി, അങ്ങനെയുള്ള എല്ലാവിധ നെഗറ്റീവ് എനർജിയും എല്ലാവിധ തിന്മകളെയും ബഹിഷ്കരിക്കുന്നതിന് ആവശ്യമായ അഭിഷേക വരത്തിന് വേണ്ടി ഞങ്ങളിത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ നമുക്ക് ഒരുമയോടെ കൂടെ നിന്നുകൊണ്ട് പൈശാചി ശക്തികളെ ചോർത്തിക്കളയുന്ന, മനുഷ്യനെ ഉപദ്രവം ചെയ്യുന്നതിൽ നിന്ന് അവനെ തടയുന്ന, പിശാചിനെ തടയുന്ന ഈ ബഹിഷ്കരണ പ്രാർത്ഥന ഭക്തിയോടെ നമുക്ക് സ്വീകരിക്കാം. 13 ലയോൺ മാർപ്പാപ്പ പതിവായി ഉപയോഗിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്ന പ്രാർത്ഥനയാണിത്. പൈശാചിക പ്രവർത്തനങ്ങൾ
പ്രവർത്തനം സംശയിക്കുന്ന സാഹചര്യങ്ങളിൽ കീഴടക്കാൻ അസാധ്യമെന്ന് തോന്നുന്ന പ്രലോഭനങ്ങൾ, വിട്ടുമാറാത്ത ദുശീലങ്ങൾ, നിയന്ത്രണാതീതമായി അനുഭവപ്പെടുന്ന വൈകാരിക ശോഭങ്ങൾ, മാറാത്ത കലഹങ്ങൾ, മരുന്നുകളൊന്നും ഫലിക്കാതെ തുടരുന്ന ചില രോഗങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, കൂടോത്രം, മന്ത്രവാദം, വീടിന്റെ സ്ഥാനം മാറി പണിതതോ ഏതെങ്കിലും ഡിസോർഡറുകൾ, താമസിക്കുന്ന ഭവനത്തിനോ ഉപയോഗിക്കുന്ന സ്ഥാപനത്തിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നമുക്ക് അറിഞ്ഞുകൂടാത്തതായ ഏതെങ്കിലും വിധത്തിൽ നെഗറ്റീവ് എനർജി, നമുക്ക് പോസിറ്റീവായിട്ട് അഭിഷേകം ലഭിക്കുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ തിന്മകളെയും ബഹിഷ്കരിച്ചുകൊണ്ടുള്ളതായ ഒരു പ്രാർത്ഥനയാണിത്. നമ്മുടെ നെറ്റിയിൽ കുരിശടയാളം നമുക്ക് വരയ്ക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മുഖ്യ ദൈവദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളെ ഏറ്റവും മഹത്വപൂർണനായ സൈന്യാധിപനെ, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരെ ഞങ്ങളെ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ദൈവം തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച് വലിയ വില കൊടുത്ത് പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച മനുഷ്യവർഗത്തിന്റെ സഹായത്തിനെത്തണമേ. തിരുസഭ അങ്ങയെ അവളുടെ സംരക്ഷകനായി വണങ്ങുന്നു. രക്ഷിക്കപ്പെട്ട ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ കർത്താവ് അങ്ങനെയാണല്ലോ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. അതിനാൽ വിശുദ്ധ മിഖായേലേ, സാത്താൻ ഇനി ഒരിക്കലും മനുഷ്യമക്കളെ ബന്ധനത്തിലാക്കി സഭയെ പീഡിപ്പിക്കാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവനെ അവിടുത്തെ തൃപ്പാദത്തിന് കീഴിൽ ഞെരുക്കുന്നതിനായി സമാധാന ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ജപിക്കുന്ന ഈ പ്രാർത്ഥന അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങ് തന്നെ സമർപ്പിക്കണമേ. അതുവഴി ദൈവത്തിന്റെ കാരണം എത്രയും വേഗം ഞങ്ങളുടെ മേൽ ചൊരിയുവാൻ ഇടയാകട്ടെ. സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ചടക്കി ബന്ധിച്ച് അവൻ ഇനിയും ജനതകളെ വഞ്ചിക്കാൻ ഇടയാകാതിരിക്കുവാനായി പാതാളത്തിൽ അവനെ എറിയണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ ഈശോയുടെ നാമത്തിൽ ദൈവമാതാവായ അമലോത്ഭവ കന്യകാമറിയത്തിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സ്നേഹിതന്മാരായ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും മധ്യസ്ഥതയിൽ അഭയം ഗമിച്ചുകൊണ്ട് പുരോഹിതരായ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ പരിശുദ്ധ ശക്തിയാൽ പിശാചിന്റെ ആക്രമണങ്ങളെയും വഞ്ചനകളെയും പരാജയപ്പെടുത്തുവാൻ ഞങ്ങൾ പ്രത്യാശാപൂർവ്വം ഒരുമ്പെടുന്നു. ദൈവം എഴുന്നള്ളുമ്പോൾ അവിടുത്തെ ശത്രുക്കൾ ചിതറിക്കപ്പെടുന്നു. അവിടുത്തെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യുന്നു. പുക മാഞ്ഞു പോകുന്ന പോലെ, മറിഞ്ഞു പോകുന്ന പോലെ അവർ അപ്രത്യക്ഷരാകുന്നു. തീയിൽ മെഴുകുന്നത് പോലെ അവിടുത്തെ ശത്രുക്കൾ നശിക്കുന്നു. കർത്താവിന്റെ കുരിശ് കാണുമ്പോൾ ശത്രുക്കളെ ഭയപ്പെട്ടോടുന്നു. യൂദാവംശത്തിന് സിംഹം ദാവീദിന്റെ സന്തതി അവിടുന്ന് ശത്രുക്കളെ കീഴടക്കി. കർത്താവേ, അങ്ങയുടെ കാരണം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങയിലുള്ള വലുതായ പ്രത്യാശകൾ തന്നെ നമ്മുടെ മേൽ കുരിശ് വരയ്ക്കുകയാണ്. ഓരോ പ്രാവശ്യം അച്ഛൻ ആശീർവദിക്കുമ്പോൾ തിന്മ നമ്മളിൽ വിട്ടുപോകും. ആവർത്തിച്ച് 33 പ്രാവശ്യം ഇങ്ങനെ കുരിശാകൃതിയിൽ ആശീർവദിക്കും. ഏതെങ്കിലും വിധത്തിൽ തിന്മകളെ സ്വാധീനം നമ്മളിൽ ഉണ്ടെങ്കിൽ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന നെഗറ്റീവ് എനർജി മുഴുവൻ പരിപൂർണമായിട്ടും ബഹിഷ്കരിക്കപ്പെടുകയാണ്. അശുദ്ധാത്മാക്കളെ, പൈശാചി ശക്തികളെ, നാരകീയ ശത്രുക്കളെ, എല്ലാ വഞ്ചക സമൂഹങ്ങളെ, സാത്താന്റെ സംഘങ്ങളെ, സാത്താന്റെ ഗണങ്ങളെ, നിങ്ങൾ ആരായിരുന്നാലും ഞങ്ങളുടെ കർത്താവായ ഈശോയുടെ നാമത്തിൽ അവിടുത്തെ അധികാരത്തിലും ഞങ്ങൾ നിങ്ങളെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. ദൈവത്തിന്റെ തിരുസഭയിൽ നിന്നും ദൈവത്തിന്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടതും ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടിയുടെ അമൂല്യ രക്തത്താൽ പരിത്രാണം ചെയ്യപ്പെട്ടതുമായ മനുഷ്യാത്മാക്കളിൽ നിന്ന് ബഹിഷ്കൃതനായി നീ പലായനം ചെയ്യുക. ഏറ്റവും സൂത്രശാലിയായ നാരകീയ സർപ്പമേ, ഇനിയൊരിക്കലും മാനകുലത്തെ വഞ്ചിക്കുവാനും സഭയെ പീഡിപ്പിക്കുവാനും അവരെ ഗോതമ്പ് മണി പോലെ പൊഴിക്കുവാനും നീ വ്യാമോഹിക്കേണ്ട. നിന്റെ അതിർത്ത അഹന്തയിൽ ആരോട് തുല്യനാണ് നീ അവകാശപ്പെടുന്നുവോ ആ അത്യുന്നതനായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു. ആ ദൈവം എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് സത്യം ഗ്രഹിക്കണമെന്നും ആഗ്രഹിക്കുന്നു. പിതാവായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു, പുത്രനായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു. നിന്റെ അസൂയ നിമിത്തം നീ മനുഷ്യവംശത്തിന് ചെയ്ത നാശത്തെ അതിലംഘിക്കുവാൻ ദൈവവചനமான ക്രിസ്തു മനുഷ്യനായി അവതരിച്ചു. മരണം വരെ അനുസരണമുള്ളവനായി ഞങ്ങളുടെ വംശത്തെ രക്ഷിച്ചു. തന്റെ സഭയെ ഉറപ്പുള്ള പാറമേ സ്ഥാപിക്കുകയും ലോകാവസാനം വരെ എല്ലാ നാടുകളിലും അവളോടുകൂടെ വസിക്കുന്നതിനാൽ നരകവാതിൽ അവയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത മിശിഹ നിന്നോട് കൽപ്പിക്കുന്നു. പരിശുദ്ധ കുരിശിന്റെ അടയാളം നിന്നോട് കൽപ്പിക്കുന്നു.
അപ്രകാരം തന്നെ ക്രിസ്തീയ വിശ്വാസ സത്യങ്ങളെ ശക്തി നിന്നോട് കൽപ്പിക്കുന്നു. മഹത്വപൂർണ്ണയും ദൈവമാതാവ് തന്റെ എളിമയുടെ ഉത്ഭവത്തിന്റെ പ്രഥമ ക്ഷണത്തിൽ തന്നെ അമലോത്ഭവയെ നിന്നെ ഗർവിഷ്ഠമായ തലയെ തകർത്തുകളുമായ പരിശുദ്ധ കന്യകാമറി നിന്നോട് കൽപ്പിക്കുന്നു. വിശുദ്ധ പത്രോസ് പൗലോസ് സ്ത്രീയന്മാരുടെയും മറ്റ് അപ്പോസ്തലന്മാരുടെയും വിശ്വാസം നിന്നോട് കൽപ്പിക്കുന്നു. വേദസാക്ഷികളെയും എല്ലാ വിശുദ്ധരെയും പ്രത്യേകിച്ച് വിശുദ്ധ ബെനഡിക്റ്റിന്റെയും വിശുദ്ധ അന്തോനീസിന്റെയും ഭക്തിപൂർവ്വവും മാധ്യസ്ഥ ശക്തി നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. ഇപ്രകാരം ശപിക്കപ്പെട്ട ഭീകര സർപ്പമേ, പൈശാചി സമൂഹങ്ങളെ സജീവ ദൈവനാമത്തിൽ, സത്യദൈവനാമത്തിൽ, പരിശുദ്ധമായ ദൈവനാമത്തിൽ തന്റെ ഏകപുത്രനെ വിശ്വസിക്കുന്ന ഒരുവന് നശിച്ചു പോകാതെ അവനെ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവിടുത്തെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ച ദൈവനാമത്തിൽ ഞങ്ങൾ നിങ്ങളെ ശപിച്ച് ഇവരിൽ നിന്ന് പുറത്താകുന്നു. മനുഷ്യരെ വഞ്ചിക്കുകയും സഭയെ ഉപദ്രവിക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തെ നിഗനിക്കുകയും ചെയ്ത് അവസാനിപ്പിക്കാൻ നിന്നോട് ഞങ്ങൾ കൽപ്പിക്കുന്നു. സകല വഞ്ചനയുടെ ഉപജ്ഞാതാവ്, ഉടമയും മനുഷ്യരക്ഷയുടെ ശത്രുവുമായ സാത്താനെ നീ ഇവരെയും ഇവർക്കുള്ളവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും കുടുംബത്തിന് ശാഖോപശാഖകളെയും വിട്ടുപോവുക. നിന്റെ പ്രവർത്തനങ്ങൾ യാതൊന്നിനും ശിഹായില്ല. അവിടത്തേക്ക് നീ ആധിപത്യം നൽകുക. അവിടുത്തെ തിരുരക്തത്തിന് വിലയാൽ വീണ്ടെടുത്ത ഏകവും പരിശുദ്ധവും കാതോലികവും അപ്പസ്തോലികമായ തിരുസഭയുടെ മുൻപാകെ നീ മാറിക്കൊടുക്കുക. ദൈവത്തിന്റെ സർവശക്തമായ കരങ്ങളിൽ നീ അമരുക. ഞങ്ങൾ ഈശംശയുടെ പരിഭാവനവും ഭയഭക്തിയുമായ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ ഭയം നിവർത്തി നീ പലായനം ചെയ്യുക. സ്വർഗദൂത ഗണങ്ങളായ ബലിഭക്തികളും നാദകൃത്യന്മാരും ഭദ്രാസന്മാരും സവിനയം ഈ തിരുനാമത്തോട് വിധേയത്വമുള്ളവരാണ്. ക്രോവന്മാരും സഭമാരും മുഖ്യദൂതന്മാരും നിരന്തരം ഈ തിരുനാമത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്നു. കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി അങ്ങയുടെ പകരത്തിലെ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്നായ ദൈവമേ, ഭൂമിയെ പരിപാലിക്കുന്ന കർത്താവെ, മാലാഖമാരുടെയും മുഖദൂതന്മാരുടെയും പൂർവ്വപിതാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും അപ്പസ്തലന്മാരുടെയും വേദസാക്ഷികളുടെയും ദൈവമേ, മരണാനന്തര ജീവനും ജോലിക്ക് ശേഷം വിശ്രമം നൽകുവാൻ ശക്തനായ ദൈവമേ, അങ്ങല്ലാതെ വേറൊരു ദൈവമെല്ലാം ഉണ്ടാകുവാൻ സാധ്യമല്ല. എന്നാൽ അങ്ങ് ദൃശ്യവും അദൃശ്യവും ആ സ്ഥലത്തിന്റെ സൃഷ്ടാവാണ്. അങ്ങയുടെ ഭണ്ഡത്തിന് അവസാനമില്ല. ഞങ്ങൾ അങ്ങയുടെ മഹത്വപൂർണ്ണമായ തിരുസന്നിധിയിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു. അങ്ങയുടെ ശക്തിയായ നാരകീയ രൂപികളുടെ ആധിപത്യങ്ങളും തന്ത്രങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, പിശാചിന്റെ തന്ത്രങ്ങളെ ഞങ്ങൾ രക്ഷിക്കണമേ. അങ്ങയുടെ സഭയുടെ എല്ലാ ശത്രുക്കളെയും തകർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദുഷ്ടാരൂപിയുടെ കണികളിൽ നിന്ന് രക്ഷിക്കണമേ. ഇവിടെ വന്നിരിക്കുന്നവരെ, വന്നുപോയവരെ, വരുവാനിരിക്കുന്നവരെ ഞാൻ കുരിശാകൃതിയിൽ ആശീർവദിക്കുമ്പോൾ തിന്മകൾ വിട്ടുപോട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഞാൻ ആശീർവദിക്കുമ്പോൾ ഒപ്പം വിശുദ്ധ ജലങ്ങളുടെ മേൽ തളിക്കപ്പെടുകയും ധൂപത്താൽ ഈ മതമഹ ധൂപിച്ച് ഇവരെ വിശദീകരിക്കുകയും ചെയ്യപ്പെടുമ്പോൾ ഇവരിൽ നിന്നും എല്ലാവരും നെഗറ്റീവ് എനർജി വിട്ടുപോട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന ആശംസകളുടെയും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഇടട്ടെ, എപ്പോഴും എപ്പോഴും നയിക്കും. വിശ്വാസ പ്രമാണം നമുക്ക് വിശ്വാസ വർഷത്തിലെ വിശ്വാസം നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏറ്റുപറയാം. ഒപ്പം ദൈവത്തിലുള്ളതായ, കർത്താവിന്റെ ആശീർവാദത്തിലുള്ളതായ, പൗരോഹിത്യത്തിലുള്ളതായ വിശ്വാസം നമ്മൾ ഏറ്റുപറയുകയാണ്. ഈ വിശ്വാസത്തോട് നമ്മൾ ഈ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ, കർത്താവെ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എൻ്റെ മകനോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിലോ നീ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ എല്ലാം സാധ്യമാണ്. ആ വിശ്വാസം ഇവിടെയുള്ള പുരോഹിതനോട് ചേർന്നുള്ള സഭയുടെ വിശ്വാസം നമുക്ക് ഭക്തിപൂർവ്വം ഏറ്റിച്ച് പാടി, ഗാനരൂപത്തിൽ പാടി നമുക്ക് ആ സമയത്ത് അച്ഛൻ ധൂപിക്കും, അച്ഛൻ വിശുദ്ധ ജലം തെളിക്കും. ആ സമയത്ത് ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ജപമാല കൈപിടിച്ച് വിളിച്ചാൽ ആ ജപമാലകളും താലി ഉണ്ടെങ്കിൽ അതും എല്ലാം ആശീർവദിക്കപ്പെടും. ദൈവത്തിന്റെ സാന്നിധ്യം, അഭിഷേകം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഏകദൈവമേ, വിശ്വസിപ്പു ഭക്തിയരാ ഞങ്ങളങ്ങയെ. ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ, സർവകാലനാ സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പു ഭക്തിയരാ ഞങ്ങളങ്ങയെ.
ദൈവമാ സത്യനാഥനങ്ങിൽ നിന്നാദ്യജാതനാ സൃഷ്ടിയല്ല പുത്രനാം യേശു ദൈവജൻ വിശ്വസിക്കുമത്തിനാം ഞങ്ങളങ്കയിൽ ദൈവസൂനു ദൈവമാണേക സത്യയിൽ ലോക സൃഷ്ടി പൂർത്തിയായി അന്നിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനായ മർത്യരൂപമാർന്നേ കന്യകാത്മജൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറിനാളും മൃത്യുവാതവൻ 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവേ മന്യമൃത്യുവൻ മഹത്വപൂർണ്ണ ശോഭയിൽ സ്വർഗമാർഗു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർഗു വാഴ്വു മഹിമകാന്തിയിൽ ഒടുവിലെത്തു ഭീമയിൽ അന്നു വിധിയുമായി സകലം ശ്രവിക്കുമന്ത്യ വിധിവീനരാ താതനെന്ന പോലെ സുരനിൽ നിന്നുമേ പ്രാഭമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിമ പാവനാത്മനേ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും ഏകമാണു ധന്യമാണു പാവനോത്സവാ ശൈഹിക പ്രഭാവമാർന്നു സാർവജനീനം പാപമോചനം തരുന്നു മാമോദി സമയം ഏറ്റുചൊല്ലു സാദരം ഞങ്ങളേവരും ജീവനും ഏറ്റുചൊല്ലു പൂർണ്ണമായി ഞങ്ങളേവരും സർവശക്തനാഥനാ ഏകദൈവമേ വിശ്വസിപ്പുമർത്യരായ ഞങ്ങളങ്ങ